ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മുടെ AR ഫാമിലിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ AR ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ തീർത്ത് തരാം. അതായത് തടീൻ്റെ ശരിക്കുള്ള പേര് അനൂപ് എന്നാണ്. ഞാനിപ്പോഴും തടീന്ന് വിളിക്കണതാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ അറിയാത്തൊരു കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അനൂപ് എന്നാണ് ശരിക്കുള്ള പേര്. അനൂപ് ചേട്ടൻ്റെ സിസ്റ്ററാണ് അനീന ചേച്ചി. ചേച്ചി UK സെറ്റിൽഡ് ആണ്. അപ്പോൾ ചേച്ചി വെയിൽസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ രൂപിത്ത് എന്നാണ് പേര്. പിന്നെ പി പി ഞാൻ വിളിക്കേണ്ട റോസ്മേരി. അവളുടെ പിയുടെ ശരിക്കുള്ള പേര് റോസ്മേരി. എല്ലാവർക്കും ഓരോ ഇങ്ങനത്തെ ഓരോ പേരുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും. അതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തന്നത്. അപ്പോൾ അനൂപ്, അനീന, രൂപിത്, റോസ്മേരി, അങ്ങനെയാണ് ഇവർക്ക് AR ഫാമിലി എന്നൊരു പേര് വന്നത്. എനിവേ, അപ്പോൾ നാളെ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളെല്ലാവരും കൂടെ വെയിൽസിലാണ് ചേച്ചി, അനീന ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും തടിയൻ ലിവർപൂളിലാണ്, ഞാൻ കെൻറ്റിലാണ്. ഞാനും എൽസയും ഏകദേശം സെയിം പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തടിയൻ ഓൾറെഡി അവിടെ എത്തിക്കാണും. ഞങ്ങൾ ഇന്ന് ആണ് ട്രെയിൻ, ഇന്നൊരു 11:30-ക്കാണ് ട്രെയിൻ. സോ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വെയിൽസിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ വെയിൽസിൽ എത്തിയിട്ട് രൂപിത്തേട്ടൻ തടിയനെ ഞങ്ങളെ ബൊക്കെയൊക്കെ കൊണ്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്രൈവ് ഒന്നല്ല, നാളത്തെ പരിപാടിക്ക് ഞങ്ങള് ഡ്രസ് മേടിക്കാൻ പോവാ. ആര് വാങ്ങി തരുന്നു? തടീനിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കറിയാം. അതെ ഗൈസ്, ഇവിടെ രൂപിത് ചേട്ടന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. അല്ല അനീന ചേച്ചി, എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ആയിരുന്നു കേട്ടോ. ഇതിലെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തടിയൻ പിക്ക് കൊടുത്തത് ഐഫോൺ, അനീന ചേച്ചി രൂപിച്ചേട്ടന് കൊടുത്തത് ഐഫോൺ. അതുപോലെ തന്നെ പി അനൂപ് ചേട്ടന് കൊടുത്തത് iWatch, അതുപോലെ രൂപിച്ചേട്ടൻ അനീന ചേച്ചിക്ക് കൊടുത്തത് iWatch. ഇതൊക്കെ കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ.
വെച്ചാൽ. അപ്പം ശരി, നാളെ കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. ബൈ. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും സെലിബ്രേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബിക്കോസ് UK വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും മലയാളികളെ കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണതും എല്ലാം വിചാരിച്ച പോലെ ഭംഗിയായിട്ട് നടത്താൻ പറ്റിയതിൽ അവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കലും ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി നേരെ പോയി കിടന്നുറങ്ങി. പിന്നെ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ചാച്ചൻ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി, ഇവിടെ നല്ല അടിപൊളി പ്ലേസുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. ചാച്ചൻ പറഞ്ഞതുപോലെ തന്നെ വെയിൽസ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എല്ലാ പ്ലേസും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ചാച്ചൻ എല്ലാവരും കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തടിയന് രാവിലെ തന്നെയായിരുന്നു കേട്ടോ ബസ്. അതുകൊണ്ട് തടിയനും പീപ്പിയും മമ്മിയും കൂടെ പോയപ്പോൾ ഇനി അടുത്ത മീറ്റ് ലിവർപൂളിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് തടിയൻ പോയത്. സോ ഞങ്ങളെല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ് വരാൻ പോകുന്നത്. എന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം. സോ യെസ്, വി ആർ സൂപ്പർ എക്സൈറ്റഡ്. എന്തായാലും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. വെയിൽസിനോട് തൽക്കാലത്തേക്ക് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുവാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത ആ സ്പെഷ്യൽ ഡേ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.